വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഹാപ്പി ഓണം ടു ഓൾ. അപ്പോൾ കൊച്ചിയിൽ വന്നിട്ട് എൻ്റെ ആദ്യത്തെ ഓണമാണ് കേട്ടോ. ഇന്ന് സെപ്റ്റംബർ 13 അപ്പോൾ ഇന്ന് എൻ്റെ ഓഫീസിൽ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ അതിന് ഒരുങ്ങി എല്ലാം കഴിഞ്ഞു, എല്ലാം മേക്കപ്പും കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ വന്നിട്ടുള്ള എൻ്റെ ആദ്യത്തെ ഓണം സെലിബ്രേഷനാണ് കാണിക്കുന്നത്. ഇന്ന് പി ജിയിലാണുള്ളത്. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ട് വീട്ടിലേക്ക് പോകണം എന്നാട്ടോ വിചാരിച്ചത്. പക്ഷേ ഞാൻ എൻ്റെ വണ്ടിയിൽ പോകണം എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് നാളെ രാവിലെയാണ് ഗുരുവായൂർ പോവുള്ളൂ. സോ എന്തായാലും ഹാപ്പി ഓണം ടു ഓൾ. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഇത് ധാവണി സെറ്റാണ് കേട്ടോ. അപ്പം എൻ്റെ സിസ്റ്ററുടെയാണ് ഈ ധാവണി. പിന്നെ എന്താ പറയുക, അവിടെ സെലിബ്രേഷനൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് ഓണസദ്യ ഉണ്ട്, പിന്നെ കുറേ പരിപാടികളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. എനിക്കറിയില്ല, ആദ്യമായിട്ടാണ്. പിന്നെ എന്താ പറയുക, പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടാകും. സമയം 9 മണിയായി. എൻ്റെ സാധനങ്ങളൊക്കെ വലിച്ചു കയറിയിട്ടേക്കാണ്. ഇനി ഇത് വന്നിട്ട് വേണം അതൊക്കെ ഒതുക്കി വയ്ക്കാനായിട്ട്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ടുള്ള ഓണാഘോഷിക്കുന്നതാണ്. സോ ദിസ് ഈസ് മൈ കമ്പനി. അത്യാവശ്യം വലുതാട്ടോ. ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ കാണിക്കാൻ പറ്റിയില്ല. സൈഡിൽ ഇവിടെ ഇവിടേക്കാണ് വണ്ടി വയ്ക്കുന്നത്. ഇവിടെ എന്താ പറയുക, പൂക്കളിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ലിഫ്റ്റിൻ്റെ ഉള്ളിലാണ്, 5ാമത്തെ നിലയിലാണ് കേട്ടോ. 5ാമത്തെ നിലയിലാണ് ഓഫീസ്. അപ്പോൾ ഇതാണ് ഓഫീസ് വരുന്നത് കേട്ടോ. ഇവിടെയാണ് ഇന്ന് ഫങ്ഷനുണ്ട്, സ്കോളർഷിപ്പിൻ്റെ എന്തൊക്കെയോ പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പം അത് ഇവിടെയാണ് നടക്കുന്നത്. ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. നീ കളഭമാടുന്ന നേരം ആ പരിമളം നന്ദമെൻ ഹൃദയം തഴുകി അഴകേ സമയമേ നീയൊഴുകി നീങ്ങാതിവിടെ മതിവരെ നിന്നു നിറയുക സിരകളിൽ അനുപമലഹരികളെ അകലിലേറെ അഴകുമായി വരുമൊരതിശയരാവു തരും സുഖമിതു മറയരുതിനെയൊരു പിറവി വരെ കാതിലൂരമാരോ പാടി പാഴ്മഞ്ഞിൽ വീഴല്ലേ ആകാശം കാണല്ലേ ആരോടും മിണ്ടല്ലേ തൂമഞ്ഞേ മായല്ലേ പാഴ്മഞ്ഞിൽ വീഴല്ലേ തുമറയരുതിനെയൊരു പിറവി വരെ കാതിലൂരമാരോ പാടി അപ്പം ഇവിടെ ചെറിയൊരു ചടങ്ങ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അധികം സ്റ്റാഫുകളുണ്ട്. ഒരു 10-30 മുകളിലെ ആൾക്കാരുണ്ടായിരിക്കും. എങ്ങോട്ട് വരിക? അപ്പം അടുത്തത് നമ്മളിവിടെ ചെറിയ ഫംഗ്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ പരിപാടിയാണോ? നമുക്കെല്ലാവർക്കും 2 മിനിറ്റ് എഴുതിയിരുന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ മുടങ്ങിയിരുന്ന അവാർഡ് ദാനം 2022, 23, 24 വർഷങ്ങളിൽ കൊടുത്തുകൊടുക്കുന്നത്. അപ്പൊ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഓരോരുത്തരുടെ പേര്, ആ പേരനുസരിച്ച് ഓരോരുത്തരും മേടിക്കുക. മഹേഷ് കുമാർ. എല്ലാവർക്കും ഈ ഓണത്തിൻ്റെ ആശംസകൾ. പ്രത്യേകിച്ച് ഇന്നിവിടെ ഉപരിപഠനത്തിൽ വിജയം നേടി സമ്മാനം നേടിയ കുട്ടികൾക്കെല്ലാം പ്രത്യേക അനുമോദനങ്ങൾ അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഒരു
മംഗള ദിനത്തിലാണ്, അല്ലെങ്കിൽ മംഗളകരമായ ഒരു വേദിയിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ പൊന്നിച്ചിക മാസത്തിലെ തിരുവോണം എത്തിക്കഴിഞ്ഞു. നമ്മളതിൻ്റെ എല്ലാം ആഘോഷത്തിമറപ്പിലാണ്. അതിനെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അതിനെക്കുറിച്ച് ചില സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ എനിക്ക് വധഭീഷണി വരെ ഉണ്ടായി. സാറ് ഉച്ച കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പാടിക്കോ, അതിക്ക് മുമ്പ് പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നുള്ളവർ അത്രയും പറഞ്ഞു. പക്ഷെ എങ്കിലും ഞാൻ ജീവൻ പണയം വെച്ച് 2 വരി പാടുകയാണ്. മുത്തേ നമ്മുടെ മുറ്റത്തും മുത്തുകുടകൾ വിരിഞ്ഞല്ലോ, ഓണം വന്നു ഓണം വന്നു നമ്മുടെ വീട്ടിലും ഓണപ്പൂക്കൾ വിരിഞ്ഞല്ലോ. ആശംസ പറയുക എന്നുള്ളത് എപ്പോഴും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യം പുതിയ തലമുറയിലെ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി ആദരിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ജോസഫ് സാറ് പാടിയ പോലെ ചെറിയ ഓണപ്പാട്ട് ഞാനും പാടാം. കേരള നാടേ ജന്മനാടേ, കേരങ്ങൾ നിറഞ്ഞ നാടേ, നെന്മണി പട്ടൂരച്ച നാടേ, ന്മാവിൻ തളിരുച്ച നാടേ, വന്നു പോയി നല്ല കാലം, വന്നു ഗ്രാമങ്ങൾ പൂത്ത കാലം, നമ്മളെ നമ്മൾ ഭരിക്കും കാലം, നമ്മളെ നമ്മൾ വളർത്തും കാലം. അപ്പോൾ ഈ പാട്ടോടുകൂടി എൻ്റെ ആശംസകൾ ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇതൊക്കെ കീറിയതാണ്. ചോറിടാൻ സ്ഥലമില്ലേ, ചോറിടാൻ സ്ഥലമില്ലേ. അങ്ങനെ നമ്മുടെ ഓണം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒരു 2 മണി 2:30 സമയത്ത് തിരിച്ചെത്തി. നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. പിന്നെ ഇപ്പം ഇന്ന് വൈകിട്ട് നമ്മുടെ തൃക്കാക്കര, ഇവിടെ കാക്കനാട് അടുത്ത് തൃക്കാക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് വാമനമുത്തി ക്ഷേത്രം കേട്ടോ. അവിടേക്ക് വന്നേക്കാണ്. ഇവിടുത്തെ മെയിൻ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിനാണ്. അപ്പം ഒന്ന് ഇവിടെ വന്ന് തൊഴാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് തന്നെ ഞാൻ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇന്ന് നല്ല തിരക്കുണ്ടായിരിക്കും മിക്കവാറും. അപ്പം നാളെ രാവിലെ പുലർച്ചെ എന്തായാലും വീട്ടിലേക്ക് പോകും, ഗുരുവായൂർ പോകും. അപ്പം ഞാൻ ഇവിടെ അമ്പലത്തിലേക്ക് വന്നേക്കാം. ഇത് വന്ന വഴി ആനല കിട്ടുന്ന സ്ഥലമായിരുന്നു. നമ്മളിപ്പം ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിൽ കൂടി കേട്ടോ വന്നത്. ഫ്രണ്ട് സൈഡിൻ്റെ ഓപ്പോസിറ്റാണ്. മഹാബലിയുടെ ഒരു ആസ്ഥാനം പറഞ്ഞൊരു സ്ഥലം കൂടി ഇവിടെ ഉണ്ട്, കാണിച്ചു തരാം. അപ്പം അതുകൊണ്ട് ഓണത്തിനാണ് ഇവിടെ മെയിൻ ആഘോഷം. ഞാനിപ്പോൾ അത് കൂടെ വന്നേ ഉള്ളൂ. 4 ആനയുണ്ട്.
വാമനമൂർത്തി, മഹാവിഷ്ണുവിൻ്റെ അവതാരം വാമനമൂർത്തിയുടെ. കേരളത്തിൽ അങ്ങനെ ഇങ്ങനെ ഒരു പ്രതിഷ്ഠയില്ല. ഇതിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു ഗോപുരം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത്. നോക്കിയാൽ നല്ല രസമുണ്ടല്ലേ. കുറച്ചും കൂടിയും ബാക്കി പോയിട്ട് എടുക്കാം. സത്യം പറയല്ല, ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കാൻ തോന്നുന്നു കേട്ടോ. എല്ലാം അത്രയ്ക്കധികം വെറൈറ്റി ഡിസൈനുകളാണ് ഇത് വരുന്നത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഓണത്തിനാണ് ഇവിടെ ഉത്സവം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഈ ഉത്സവത്തിൻ്റെ തിരക്കുണ്ട് കേട്ടോ. ഇവിടെ രാത്രിയായ കാരണേ വലിയ തെളിച്ചൊന്നും ഉണ്ടാവില്ലേ. ക്യാമറ എടുത്തിട്ടില്ല, ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അവിടെയാണ് വാമനമൂർത്തി ക്ഷേത്രം, ഇവിടെയാണ് ശിവക്ഷേത്രം കേട്ടോ. അപ്പം ശിവൻ്റെ ഒരു ക്ഷേത്രം കൂടിയും തൊട്ടടുത്തുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു മഹാബലി ആസ്ഥാനം എന്ന് പറയുന്ന ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് ഇതാണ് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ചുറ്റൊക്കെ ഒന്ന് കണ്ടല്ലോ. ഞാൻ ഉള്ളിൽ പോയിട്ടൊന്ന് തൊഴുതിട്ട് വരാം കേട്ടോ. ഇവിടെ ഊട്ടുപുരയിൽ ഇവിടെ തിരുവാതിരകളി നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കൊച്ചിത്തോളം ഇന്നത്തോടുകൂടി കഴിയണം കേട്ടോ. ഇനിയിപ്പോൾ നാളെ ഗുരുവായൂരിൽ ഓണം. നാളെ രാവിലെ വീട്ടിൽ പോകും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓണം ആശംസിക്കുകയാണ്.